Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോസിൽ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഏത് ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതുപോലെ KTU 2015 സ്കീം 19 സ്കീം എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ എ കണ്ടിന്യൂസ് LTI സിസ്റ്റം ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ കോസൽ ആൻഡ് നോൺ കോസൽ കണ്ടീഷൻ. അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ കോസൽ കണ്ടീഷനും നോൺ കോസൽ കണ്ടീഷനിലും വരുന്ന സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റെസ്പോൺസ് മീൻസ് y(t) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതണം. ഹിയർ d²/dt² ഓഫ് y(t) പ്ലസ് 2 d/dt ഓഫ് y(t) മൈനസ് 3y(t) ഈക്വൽ ടു x(t). ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം വരുമ്പോഴത്തേക്കും അതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ എല്ലാം സിമിലർ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് പകരം ഒരു ഡിഫറൻസ് ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. അതുപോലെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് പകരം ഇസഡ് ട്രാൻസ്ഫോം ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. രണ്ടിന്റെയും സ്റ്റെപ്സ് സെയിം ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണ്. നമ്മളിപ്പോൾ സപ്പോസ് ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഇൻപുട്ട് നമുക്കറിയാം, നോർമലി നമ്മൾ ഇൻപുട്ട് x(t) ആയിട്ടാണ് ഫെഡ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് y(t) ആയിട്ടാണ് ഫെഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് x(t)ക്ക് പകരം നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെന്ന് വെച്ചോ. നമുക്കറിയാം കണ്ടിന്യൂസ് ടൈം സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത് u(t) ആണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ x(t) u(t) കൊടുക്കുകയാണ്, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആണ് നമുക്ക് ഈ y(t) എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വി കോൾ ഇറ്റ് ആസ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയും. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയും. ഇപ്പം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് പഠിച്ചായിരുന്നു. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസിന്റെ കേസിൽ x(t) നമ്മൾ Δt കൊടുക്കും. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസിനാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് h(t) എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഡിഫറൻസ്? എന്താണ് ഇവിടെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x(t) നമ്മൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. അതിൽ നിന്ന് നമ്മൾ അതിന്റെ h(s) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് y(s) ഡിവൈഡഡ് ബൈ x(s) എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ x(s) കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, y(t) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് y(s) എങ്ങനെ എഴുതാൻ പറ്റും? y(s) ഈക്വൽ ടു h(s) ഇൻറ്റു x(s) എന്ന് വരും ഇല്ലേ? ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് വി ക്യാൻ റൈറ്റ് y(s) ആസ് h(s) ഇൻറ്റു x(s). ഇവിടെ നമ്മൾ h(s) ഓൾറെഡി ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് h(s) കിട്ടും. ഇനി x(s) എന്ന് വെച്ചാൽ ഇതിന്റെ കേസിൽ എന്തായിരിക്കും? സ്റ്റെപ്പ് സിഗ്നൽ ആയിരിക്കും നമ്മൾ x(t) ആയിട്ട് കൊടുക്കുന്നത്. അപ്പം u(t)ന്റെ ലാപ്ലാസ് എന്തായിരിക്കും? യൂണിറ്റ് സ്റ്റെപ്പിന്റെ ലാപ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/s ആയിരിക്കും. ഇവിടുത്തെ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം നമ്മൾ x(t) ആയിട്ട് കൊടുക്കുന്നത് u(t) ആണ്. നമുക്കിവിടെ വേണ്ട x(s) ആണ്. So we will take Laplace transform x(s). ഇപ്പോൾ u(t) ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ 1/s വരും. ഇപ്പോൾ ഈ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി h(s) കിട്ടും. ഈ x(s) എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് റെസ്പോൺസിന്റെ കേസിൽ എന്തായിരിക്കും? 1/s ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. y(t) ഫൈൻഡ് ഔട്ട് ചെയ്തത്, അതാണ് അതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ റെസ്പോൺസ്. ഇവിടെ രണ്ട് കണ്ടീഷൻ, അതായത് സിഗ്നൽ കോസൽ ആവുന്ന കേസ്, റൈറ്റ് സൈഡ് സിഗ്നലിന്റെ കേസിലും അതുപോലെ ലെഫ്റ്റ് സൈഡ് സിഗ്നലിന്റെ കേസിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻപുട്ട് x(t)യും ഔട്ട്പുട്ട് y(t)യും കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് റെസ്പോൺസ് ആണെങ്കിൽ x(t)ക്ക് വരെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് u(t) കൊടുക്കും. ആ കിട്ടുന്ന റെസ്പോൺസിനാണ് വി കോൾ ഇറ്റ് ആസ് സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി
കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എച്ച് ഓഫ് എസ് കിട്ടും. എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ആണ്. അതിൽ നിന്ന് വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ട് യു ഓഫ് ടി കൊടുക്കുന്നത്. സോ ഹിയർ എക്സ് ഓഫ് എസ് വിൽ ബി 1/s. അതിൽ നിന്ന് നമുക്ക് വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ കിട്ടിയ എച്ച് ഓഫ് എസ് ഇൻറ്റു 1/s ആയിരിക്കും. അത് പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തിട്ട് അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വൈ ഓഫ് ടി കിട്ടും. അത് കോസൽ കണ്ടീഷൻ അതുപോലെ നോൺ കോസൽ കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എച്ച് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും എടുത്ത് എഴുതുകയാണ്. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി. ഇപ്പോൾ എച്ച് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ആണ്. എച്ച് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വി വിൽ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്കിതിനെ എന്തായിട്ട് എഴുതാം, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് ടീന് എസ് സ്ക്വയർ വൈ ഓഫ് എസ് എന്ന് എഴുതാം. പ്ലസ് കോൺസ്റ്റന്റ് 2 സെയിം തന്നെ ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടീന് എസ് ഇൻറ്റു വൈ ഓഫ് ടീൻ്റെ വൈ ഓഫ് എസ് എന്ന് എഴുതാം. -3 ഇൻറ്റു വൈ ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് എച്ച് ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എച്ച് ഓഫ് എസ് എന്ന് വെച്ചാൽ വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ആണ്. ഇവിടെ വൈ ഓഫ് എസ് ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2s മൈനസ് 3 ഹോൾ ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ദാറ്റ് ഈസ് എന്താണ് അവർ എച്ച് ഓഫ് എസ് ഈക്വൽസ് എന്ത് വരും, ഇവിടെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഓഫ് എസ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s മൈനസ് 3 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വൈ ഓഫ് ടി ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, വൈ ഓഫ് എസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് എന്ന് എഴുതാം. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി ആണ്. അതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1/s എന്ന് കിട്ടും. ഇവിടെ എച്ച് ഓഫ് എസിൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ അറിയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എച്ച് ഓഫ് എസ് നമുക്ക് ഓൾറെഡി കിട്ടി എന്തായിരുന്നു, 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s മൈനസ് 3 ആണ് കിട്ടിയത്. ഇൻറ്റു എക്സ് ഓഫ് എസ് 1/s ആണ്. ദിസ് ഈസ് അവർ വൈ ഓഫ് എസ്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് വൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഇതിനെന്താണ് 2 ഫാക്ടറായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഫാക്ടറായിട്ട് വരുന്നത് s+3 ഇൻറ്റു s-1 ആണ്. അതായത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -3യും ആഡ് ചെയ്യുമ്പം +2 വരണം. അപ്പം s+3 ഇൻറ്റു s-1 ആണ്. ഇൻറ്റു എന്തുണ്ട്, അവർ എക്സ് ഓഫ് എസ് ഉണ്ട്, 1/s ഉണ്ട്. ദിസ് ഈസ് അവർ വൈ ഓഫ് എസ്. ഇനി ഇതിന് എന്ത് ചെയ്യണം, നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. a ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ s-1 പ്ലസ് സി ഡിവൈഡ് ബൈ s+3. ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇതിൻ്റെ എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡിൽ എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കിവിടെ കിട്ടുന്ന എയുടെ വാല്യൂ -1/3, ബിയുടെ വാല്യൂ 1/4 ആൻഡ് സിയുടെ വാല്യൂ 1/12 ആണ്. ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ മെത്തേഡ്സ് പല മെത്തേഡ്സ് ഉണ്ട്. ഒരു ഈസി മെത്തേഡ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. അത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. എയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -1/3, ബിയുടെ വാല്യൂ 1/4 ആൻഡ് സിയുടെ വാല്യൂ 1/12 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എ ബി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വൈ ഓഫ് എസ് ഈക്വൽസ് -1/3 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1/4 ഡിവൈഡഡ് ബൈ s-1 പ്ലസ് 1/12 ഡിവൈഡഡ് ബൈ s+3 എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ എ ബി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഫോർ ദ സിസ്റ്റം ടു ബി കോസൽ ആൻഡ് നോൺ കോസൽ കണ്ടീഷനിലാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഫസ്റ്റ് നമുക്ക് കോസൽ കണ്ടീഷൻ നോക്കാം. കോസൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, അതിന് വേറൊരു നെയിം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡഡ് ആണ്. റൈറ്റ് സൈഡഡ്
സിഗ്നലാണ് വരുന്നത്, കോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ പോൾ സീറോ പ്ലോട്ട് ചെയ്യണം. നമ്മളുടെ വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് 1/s ഇൻറ്റു s-1 × s+3 ആണ്. ഇതിൻ്റെ പോൾ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. സോ s is equal to 0 ഒരു പോൾ കിട്ടും, s is equal to 1 ഒരു പോൾ കിട്ടും, s is equal to -3 ഒരു പോൾ കിട്ടും. ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കിട്ടുന്ന എസിൻ്റെ വാല്യൂ ആണ് പോൾ വാല്യൂസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോൾ സീറോ പ്ലോട്ട് ചെയ്യും. പോൾ സീറോ പ്ലോട്ട് ചെയ്യാണ്. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ. ഇപ്പോൾ പോൾ വാല്യൂസ് വരുന്നത് ഒരെണ്ണം 0-ൽ ഒരു പോൾ വാല്യൂ ഉണ്ട്, പിന്നെ 1-ൽ ഒരു പോൾ വാല്യൂ ഉണ്ട്, നെക്സ്റ്റ് -3-ൽ ഒരു പോൾ വാല്യൂ ഉണ്ട്. ഇത്രയാണ് അതിൻ്റെ പോൾ വാല്യൂസ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസൽ കണ്ടീഷനാണ്, റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ കേസാണ്. ഇപ്പോൾ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫോർ എ കോസൽ സിഗ്നൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് സിഗ്നൽ അതിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം j⍵ ആക്സിസിന് പാരലായിട്ട് പോളിൽ കൂടെ ലൈൻ വരയ്ക്കും. അതിൻ്റെ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഫോർ എ കോസൽ സിഗ്നൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് സിഗ്നൽ ROC വിൽ ബി റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും വരുന്നത്. നമ്മളിതിൻ്റെ കണ്ടീഷൻ എഴുതുമ്പോഴത്തേക്ക് റിയൽ ഓഫ് എസ് വിൽ ബി എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ റൈറ്റ് സൈഡ് കേസിൽ റിയൽ ഓഫ് എസ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1-നേക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ ഔട്ട്പുട്ട് എഴുതണം. ദാറ്റ് ഈസ് വൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് വൈ ഓഫ് ടി ഈക്വൽ ടു ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വരുന്നത് e⁻⁻⁸ u of t ആണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ ഇത് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ കേസിൽ കോൺസ്റ്റൻറ്റ് -1/3 ആണ്. 1/s-ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ u of t ആണ്. 1/s-ൻ്റെ ഇൻവേഴ്സ് u of t ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, സിൻസ് ഇറ്റ് ഈസ് റൈറ്റ് സൈഡഡ് ഓർ കോസൽ കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് പ്ലസ് 1/4 അതുപോലെ എഴുതുക. 1/s-1-ൻ്റെത് e⁻t വരും, റൈറ്റ് സൈഡ് ആയതുകൊണ്ട് u of t വരും, പ്ലസ് കോൺസ്റ്റൻറ്റ് 1/12, 1/s+3-ൻ്റെത് e⁻−3t വരും, റൈറ്റ് സൈഡ് ആയതുകൊണ്ട് u of t വരും. ഇതാണ് സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ റൈറ്റ് സൈഡഡ് സിഗ്നൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ കോസൽ സിഗ്നൽ ഇവിടെ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോസൽ സിഗ്നലിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് y of t ഫോർ എ കോസൽ കണ്ടീഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് നോൺ കോസൽ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ പോൾ സീറോ പ്ലോട്ട് ഡ്രോ ചെയ്യണം. ഇതിൻ്റെ പോൾസ് വരുന്നത് ഒന്ന് 0-ൽ ഒരു പോളുണ്ട്, നെക്സ്റ്റ് 1-ൽ ഒരു പോളുണ്ട്, -3-ൽ ഒരു പോളുണ്ട്. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമ്മൾ സെക്കൻഡ് എഴുതാൻ പോകുന്നത് നോൺ കോസലിൻ്റെ കേസാണ്. നോൺ കോസൽ അല്ലെങ്കിൽ അതിന് ലെഫ്റ്റ് സൈഡഡ് എന്ന് പറയും, ലെഫ്റ്റ് സൈഡഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഈ സിഗ്മ j⍵ക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതായത് ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് ഹാഫിലോട്ടായിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഓക്കെ, ROCയുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഫോർ എ നോൺ കോസൽ ഓർ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ROC വിൽ ബി ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് ഹാഫിലായിരിക്കും വരുന്നത്, പാരലൽ ടു j⍵ ആക്സിസ് ആയിരിക്കും. അപ്പം നമ്മളത് റിയൽ ഓഫ് എസ് വെച്ച് എഴുതുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്, റിയൽ ഓഫ് എസ് വാല്യൂ ലെസ് ദാൻ -3 ആയിരിക്കും അല്ലേ. ഇതിൻ്റെ റിയൽ ഓഫ് എസ് വാല്യൂ റീജിയൻ വരുന്നത് ദിസ് ഈസ് ROC ലെസ് ദാൻ -3 വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -e⁻⁻⁸ u of -t ആയിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഫോർ എ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഈസ് -e⁻⁻⁸ u of -t ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ നോൺ കോസലിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ അങ്ങ് എഴുതുകയാണ്. നോൺ കോസൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡഡ് അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ്. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. y of s-ൻ്റെത് സ്റ്റെപ്പ് റെസ്പോൺസ് y of t ഈക്വൽ ടു -1/3/s ആണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇതൊരു ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, e⁻⁻⁸ u of -t ആണ്. അതാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ -1/3 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ എന്താവും, പ്ലസ് ആവും, +1/3 ആവും.
1/s-ന്റെ u of t ആണ്. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് u of minus t ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് എഴുതി ഫോർ കണ്ടീഷൻ നോൺ കോസൽ കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ -1/4 വരും. 1/s-1ൻ്റെത് e⁻t വരും. അതുപോലെ ഇതൊരു ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് u of -t വരും. അപ്പോൾ ഈ ടേമിൻ്റെ നമ്മൾ ഇൻവേഴ്സ് എഴുതി. ഇനി നെക്സ്റ്റ് എന്താണ്, 1/12 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ -1/12. 1/s+3ൻ്റെത് e⁻−3t. ഇനി ഇതൊരു ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് u of -t വരും. ഇതാണ് ഫോർ എ നോൺ കോസൽ ഓർ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ സ്റ്റെപ്പ് റെസ്പോൺസ് വിൽ ബി ഈ ഒരു ഫോമിലായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും 7 to 8 മാർക്സിന് ചോദിക്കുന്ന പ്രോബ്ലമാണ്. അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിൽ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് ഈ പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്ത് പോൾ സീറോ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം ROCയുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫ് അത് വെച്ചിട്ട് റിയൽ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. നോൺ കോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് സിഗ്നലാണ്, അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് ഹാഫിലേക്ക് വരും, അത് വെച്ചിട്ടുള്ള റിയൽ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. അതിനുശേഷം നമുക്കറിയാം ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വരുന്നത് e⁻−80 u of t ഫോമാണ്. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ -e⁻−80 u of -t ആണ്. അതനുസരിച്ചിട്ട് ആ എക്സ്പ്രഷൻ അങ്ങ് എഴുതണമെന്നേ ഉള്ളൂ. അപ്പോൾ അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എക്സാംസിൽ സ്ഥിരം ചോദിക്കുന്ന ഒന്നെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും, ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, അതുപോലെ ഈ സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ വേരിയസ് കണ്ടീഷൻസ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡഡ്, റൈറ്റ് സൈഡഡ്, ഡബിൾ സൈഡഡ്. ഇത്രയാണ് അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് വരുന്ന പ്രോബ്ലംസ്. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം, DTയുടെ കേസിൽ ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ h of z ആയിരിക്കും വരുന്നത്. h of s-ന് പകരം ഇവിടെ ഇസഡ് ട്രാൻസ്ഫോമാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡും സെയിം തന്നെയാണ്. ആ കേസിൽ ഇതുപോലത്തുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് പകരം ഡിഫറൻസ് ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ DT സിസ്റ്റം ആയതുകൊണ്ട് ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. എന്നിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഇപ്പോൾ u of n ആയി കൊടുക്കേണ്ടത്. അപ്പോൾ u of n കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് ട്രാൻസ്ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിമിലർ പ്രൊസീജിയറിലാണ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അവിടെയും നമുക്ക് ROC ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡഡ്, റൈറ്റ് സൈഡഡ് അങ്ങനത്തുള്ള കണ്ടീഷൻസ് വരും. അപ്പോൾ അതും ഈ സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അനദർ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.